എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉദയ്പൂരിൽ നിന്ന് ജയ്സൽമേരിലേക്കുള്ള യാത്രയാണ്. ഏകദേശം 600 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇന്ന് യാത്ര ചെയ്യാനുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർ നമ്മൾക്ക് പലവിധം ആപ്സ് ഉണ്ട് നമുക്ക് മാപ്പിങ്ങിന് വേണ്ടിയിട്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യാറ്. പക്ഷേ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് നമുക്ക് അത് വെച്ച് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പലപ്പോഴും കൃത്യത ഉണ്ടാവില്ല, ചിലപ്പോൾ വഴി തെറ്റാം. ചില സമയങ്ങളിൽ നമ്മൾ ഹൈവേയിൽ കൂടി കാണിക്കുന്ന വഴിയിൽ കൂടെ പോയിട്ട് ഒരു കൂമ്പാരം മണ്ണ് കൂട്ടിയെടുത്ത് നിന്ന് നമ്മൾ സ്റ്റക്കാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ ഇങ്ങനത്തെ ആപ്സ് വിശ്വസിച്ച് നമ്മൾ ഇന്ത്യയിൽ യാത്ര ചെയ്യരുത്. നമുക്ക് പഴയ വിധത്തിൽ നമ്മൾ പണ്ട് കാലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് സൈൻ ബോർഡ്സ് നോക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ലോക്കൽ ഇൻഫർമേഷൻ ചോദിക്കുക, അല്ലെങ്കിൽ അറിയുന്നവർ യാത്ര ചെയ്ത് പരിചയമുള്ളവരുടെ അടുത്ത് ചോദിക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. നല്ല വഴികൾ തിരഞ്ഞെടുക്കാനും തിരക്ക് കുറഞ്ഞ വഴി തിരഞ്ഞെടുക്കാനും അതേപോലെ തന്നെ കുറച്ചുകൂടെ സീനിക്കായിട്ടുള്ള വഴികളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എപ്പോഴും ഒന്നിൽ കൂടുതൽ വഴികളുണ്ടാവാം. പക്ഷേ അതിൽ ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുക്കാൻ ഇങ്ങനത്തെ നല്ല പരിചയസമ്പന്നരുടെ ഹെൽപ്പ് നമുക്ക് വേണം. ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങളുടെ ക്ലബിൻ്റെ ഹെൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് പോകുന്ന യാത്ര ഉദയ്പൂരിൽ നിന്ന് ജയ്സൽമേരിലേക്ക് പാലൻപൂർ ഗുജറാത്ത് ടച്ച് ചെയ്തിട്ടാണ് ഞങ്ങളുടെ യാത്ര. രാത്രിയൊക്കെ മഴ പെയ്തിട്ടുണ്ട് പല സ്ഥലത്തും. അതുകൊണ്ട് തന്നെ ഒരു മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് വീഡിയോയ്ക്കും അത്ര ഒരു ക്ലാരിറ്റി ഇല്ല. ഇതുവരെയും നല്ല വഴികളാണ്. മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ നല്ല പച്ചിപ്പും നമുക്ക് നോക്കുന്നിടത്തൊക്കെ കാണാം. ഞങ്ങളതൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴി കുറച്ച് ടണലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഭംഗിയും അതൊക്കെ ആസ്വദിച്ച് ഞങ്ങളതൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകുന്നു. ഇതാ വരുന്നു രണ്ടാമത്തെ ടണൽ. അബുറോഡിൻ്റെ പരിസരത്താണെന്ന് തോന്നുന്നു. നിറച്ചും ഗ്രനൈറ്റും മാർബിളും കൊത്തുന്ന ഒരുപാട് ഫാക്ടറീസ് തന്നെയാണ്. അബുറോഡിൽ നിന്ന് വലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൗണ്ട് അബുവിലേക്കൊക്കെ പോകാം. കുറച്ചുകൂടി മുന്നോട്ട് എത്തുമ്പോൾ നമ്മൾ രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡറിലെത്തും. ഗുജറാത്തിലോട്ടായതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ആണ്. ഞങ്ങളുടെ പൊട്ടിക്കാത്ത പെപ്സിയുടെ ബോട്ടിൽ വരെ അവർ പൊട്ടിച്ച് നോക്കി. ഗുജറാത്ത് ഒരു ഡ്രൈ സ്റ്റേറ്റ് കൂടിയാണല്ലോ, അതുകൊണ്ടായിരിക്കാം അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു. ചില ഭാഗങ്ങളിൽ മഴയൊക്കെ പെയ്ത് ഈ കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് നമുക്ക് പിന്നെ കുഴിയുടെ ഡെപ്ത് പോലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് മഴയത്തും അല്ലാതെയുമായി ഗുജറാത്തിൽ നിന്നും തിരിച്ച് രാജസ്ഥാനിലേക്ക് കടന്നു. ഇംഗ്ലീഷിൽ ബാർമർ എന്നാണ് വായിക്കുന്നതെങ്കിലും ബാഡ്മർ എന്നാണ് ഹിന്ദിയിൽ പ്രൊനൗൺസ് ചെയ്യുക. ഈ ബാഡ്മർ ഭാഗത്ത് ഒരുപാട് മൈനിങ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയും ഇവിടെ സജീവമാണ്. ഈ ഭാഗങ്ങളിലൊക്കെ പൊതുവെ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവാണെന്ന് തോന്നുന്നു. മുന്നിൽ പോകുന്ന ബസ്സിൻ്റെ മേലെ കണ്ടില്ലേ ആൾക്കാർ എത്ര പേര് ഇരുന്നിട്ട് വളരെ കാഷ്വലായിട്ടായിരുന്നു പോകുന്നത്. ഇതേ കാഴ്ച നമുക്ക് രാജസ്ഥാനിലെ പല ഭാഗത്തും കാണാനും പറ്റും. ഈ സ്ഥലത്തിൻ്റെ പേര് നല്ല രസമാണ് കേട്ടോ. ഉണ്ടാന്നാണ്. ഇംഗ്ലീഷിൽ എഴുതിയത് വായിക്കുമ്പോൾ ഉണ്ടാന്നാണ്, ശരിക്കും ഹിന്ദിയിൽ ഊണ്ടാന്നാണ്.
അങ്ങനെ ജയ്സൽമീരിലേക്ക് ഇനി കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ജയ്സൽമീർ സിറ്റി റോഡ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. റൂമിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ വണ്ടി ഒന്ന് കഴുകാൻ വേണ്ടി പുറത്തേക്ക് വന്നു. നല്ല അഴുക്കാണ്, ഏതായാലും അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ഞങ്ങൾ ഒന്ന് നടക്കാൻ ഇറങ്ങി. ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ കയറി കേർ സാങ്കടി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഡിഷ് അവിടുത്തെ കഴിച്ചു. ഇതൊരു മരത്തിൽ നിന്നും ഉണക്കി രണ്ടാമതും കറി വയ്ക്കുന്ന ഒരു വിഭവമാണ്. വളരെ നല്ല ടേസ്റ്റായിരുന്നു. ഇന്ന് ഏകദേശം 390 കിലോമീറ്റർ നമ്മൾ സൈറ്റ് സീയിങ് ചെയ്ത് തിരിച്ച് ജയ്സൽമീരിൽ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അടിപൊളി സൺറൈസിൻ്റെ കാഴ്ചയോടൊപ്പം തന്നെ ഗ്രാമവാസികൾ രാവിലെ തന്നെ ഈ കന്നുകാലികളെയൊക്കെ മേയ്ക്കാൻ പോകുന്ന കാഴ്ചയും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കാണാം. പോകുന്ന വഴിക്കുള്ള ചെറിയൊരു ടൗണാണ് രാംഗഡ്. അവിടെ നിന്ന് ഞങ്ങളൊരു ഡാബയിൽ നിന്നും അവിടുത്തെ പോഹയായിരുന്നു അന്നത്തെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിച്ച് ഞങ്ങൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്നുകൂടെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് മുന്നോട്ട് നീങ്ങി. ഈ കാണുന്നതാണ് രാംഗഡിലെ TV ടവർ. ഇത് ഇന്ത്യയിലെ തന്നെ 3rd ഹയസ്റ്റ് TV ടവറാണ്. ഫ്യൂവൽ സ്റ്റേഷൻസ് അത്രയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം കണ്ട ഫ്യൂവൽ സ്റ്റേഷനിൽ തന്നെ ഡീസലൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇന്ത്യൻ്റെ ടെറൈൻ്റെ ഒരു ഡൈവേഴ്സിറ്റീൻ്റെ ഒരു വലിയ എക്സാമ്പിൾ തന്നെയാണ് രാജസ്ഥാനിലെ ഈ ഭാഗം. ഇന്ത്യയിൽ പിന്നെ ഡെസേർട്ടായിട്ട് നമുക്ക് ഉള്ളത് ഈ ഭാഗം തന്നെയാണ്. പൊതുവായിട്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് താർ ഡെസേർട്ട് എന്നാണ്. പക്ഷേ അത് നമ്മൾ കുറച്ച് വൈകുന്നേരം ആണ് ആ ഭാഗത്തേക്ക് എത്തുക. പിന്നെ വേറെ ഒരു തരം ഡെസേർട്ട് ഇന്ത്യയുടെ വേറൊരു ഭാഗത്തുണ്ട്. അത് ഭാവിയിലുള്ള ഒരു വീഡിയോയിൽ അത് കാണാം. സ്ട്രെയിറ്റ് എംപ്റ്റി റോഡ്സ്, ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഗങ്ങൾ. വളരെ ഭംഗിയാണ്. വണ്ടിയുടെ മേലെ ഇരുന്ന് പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഇത് ഇവിടുത്തെ സാധാരണ ആണെന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങി. ഇതാണ് തനോട്ട് മാതാ ടെമ്പിൾ. ഇത് 1965 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒരുപാട് ബോംബുകൾ ഈ അമ്പലത്തിന് നേരെ വിട്ടെങ്കിലും ഒന്നുപോലും ഇതിനെ കൊണ്ടില്ല. അത് ഒന്നില്ലെങ്കിൽ അത് പിന്നെ പൊട്ടാതെയിരുന്നു, അല്ലെങ്കിൽ പിന്നെ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് മിസ് ചെയ്തു. അതിനുശേഷം ആ വാറിന് ശേഷം ഇത് BSF ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും മെയിൻ്റനൻസ് ഒക്കെ BSFകാരാണ് നടത്തുന്നത്. അവരുടെ ഒരു ഔട്ട് പോസ്റ്റും നമുക്ക് ഈ തനോട്ട് മാതാ ടെമ്പിളിൻ്റെ പുറത്ത് തന്നെ കാണാം. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ബോർഡർ പില്ലർ 609 പോകണമെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് നമ്മൾ പെർമിഷൻ വാങ്ങി നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് നമ്മളുടെ ഒരു ID അവരുടെ അടുത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ബോർഡർ പില്ലർ 609, അതൊരു ഇൻഡോ പാക് ബോർഡറാണ്. അവിടെ ഏകദേശം ഒരു 16 കിലോമീറ്റർ നമ്മൾ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്യാനുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് അത് കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് വേണം നമ്മൾ കൊടുത്തിട്ടുള്ള ID അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തനോട്ടിൽ നിന്നും BSFൻ്റെയൊക്കെ പെർമിഷൻ വാങ്ങി നമ്മൾ ബോർഡർ പില്ലർ 609 ഈ വഴിക്ക് BSFകാർ മാത്രമേ ഉള്ളൂ. മുമ്പ് പറഞ്ഞില്ലേ, ഞങ്ങൾ മഴയും കൊണ്ടാണ് എല്ലായിടത്തും എത്തുന്നത്. ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് കുറേ നാളുകളായെന്ന് തോന്നുന്നു. ഇതാ ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മണലിൽ പോലും നല്ല പച്ച വിരിച്ച പോലെ കുറ്റിച്ചെടികളുണ്ട്. ദൂരത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. വൈൽഡ് ഡോങ്കീസിന് നേരത്തെ കണ്ടല്ലോ, അത് ആ ഒരു മൃഗങ്ങളെയാണ് നമ്മൾ കൂടുതൽ കണ്ടത്. മാനുകളും ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്ക് ക്യാമറയിൽ കാണുന്നില്ലെങ്കിലും കുറേ BSFൻ്റെ ടവേഴ്സും പിന്നെ അവരുടെ ബങ്കേഴ്സും ഞങ്ങൾക്ക് ഈ പോകുന്ന വഴി കാണാനുണ്ട്. ഇതിനിടയിൽ 1-2 ചെക്ക് പോയിൻറ്റ്സ് BSFൻ്റെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ചെക്ക് പോയിൻറ്റ്സിൽ നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടിയ പെർമിഷൻ്റെ പേപ്പർ കാണിച്ചാലേ അവർ കടത്തി വിടുള്ളൂ. അങ്ങ് ദൂരെ കാണുന്നതാണ് ഈ ബോർഡർ പില്ലർ 609. അവിടെയാണ് നമ്മളുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പിന്നെ ഒരു ബോർഡർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ലാൻഡ് ബോർഡറിൻ്റെ ഏകദേശ നീളം 3323 കിലോമീറ്ററാണ്. ഇതിൽ ഏകദേശം ഇത് നമ്മളെ ബൗണ്ടറി പിന്നെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം 2600ഓളം ബോർഡർ പില്ലേഴ്സ് വെച്ചിട്ടാണ്. ഇവിടെയുള്ളത് അതിൽ ബോർഡർ പില്ലർ 609 ആണ്.
ഇവിടെ നിന്ന് നമുക്ക് ഇന്ത്യ പാക് ബോർഡർ ഫെൻസ് കാണാം. അതിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാൻ സൈഡിൽ അവരുടെ വാച്ച് ടവേഴ്സും കാണാം. നമ്മളുടെ സൈഡിൽ BSFൻ്റെ ബേസും നമ്മളുടെ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വാച്ച് ടവർ പോലെയുണ്ട്. നമുക്ക് ആ വാച്ച് ടവറിൻ്റെ മേലെ നിന്ന് ഇതൊക്കെ കാണാനുള്ള ഒരു സൗകര്യമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ BSFൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാം, അവരുടെ എക്സ്പീരിയൻസസ് കേൾക്കുകയും ചെയ്യാം. ഈ ബോർഡറിൽ BSFൽ തന്നെ ലേഡി ഓഫീസേഴ്സ് ഉണ്ട്. ഞങ്ങൾ അവരുടെ അടുത്ത് കുറേ നേരമൊക്കെ സംസാരിച്ച് അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ കേട്ട് അവരുടെ വർക്കിംഗ് കണ്ടീഷൻസും അതൊക്കെ കേട്ടറിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് തനോട്ടിലേക്ക് യാത്ര തിരിച്ചു. തിരിച്ചു പോകുന്ന വഴി ഇതാ ഞങ്ങളൊരു മാനിനെയും കണ്ടു. നമുക്ക് അത്താരി ബോർഡറിലുള്ള പോലെ ബീറ്റിംഗ് റിട്രീറ്റ്സ് ഉള്ള വേറെയും ബോർഡേഴ്സ് ഉണ്ട്. ഇപ്പം ഇവിടെ തന്നെ രാജസ്ഥാനിൽ മുനബാവ് എന്ന് പറയുന്ന ഒരു ബോർഡർ ഉണ്ട്. അവിടെ ബീറ്റിംഗ് റിട്രീറ്റ് സെറമണിയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ ഈ BP 609 ഒരു ക്ലോസ്ഡ് ബോർഡറാണ്. ഇവിടെ ഇങ്ങനത്തെ സെറമണീസ് ഒന്നും നടക്കാറില്ല. അങ്ങനെ ഞങ്ങൾ തനോട്ടിൽ തിരിച്ചെത്തി ഞങ്ങളുടെ ID ഒക്കെ തിരിച്ചു വാങ്ങി ലോങ്കേവാലയ്ക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ നല്ല ഡ്യൂൺസ് കണ്ടപ്പം കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒന്ന് നിർത്തി. ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ തന്നെയാണ് ലോങ്കേവാല. 1971 ഇൻഡോ പാകിസ്ഥാൻ വാർ തന്നെയാണ് ലോങ്കേവാല ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതിന് കാരണം. 4 ഡിസംബർ ടു 7 ഡിസംബർ 1971 ഈ ബാറ്റിൽ ഓഫ് ലോങ്കേവാല നടന്നത്. ഇന്ത്യൻ മിലിറ്ററിയുടെ ചരിത്രത്തിൽ തന്നെ ഈ ബാറ്റിൽ ഓഫ് ലോങ്കേവാല ഒരു ഫൈൻ എക്സാമ്പിളാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ധീരതയ്ക്കും അതേപോലെ തന്നെ നമ്മളുടെ ടാക്റ്റിക്കലായിട്ട് അവർ യൂസ് ചെയ്ത പ്രവൃത്തികൾക്കും. മേജർ കുൽദീപ് സിംഗ് ചാന്ദ്പുരയുടെ കീഴിൽ ഏകദേശം 120 പട്ടാളക്കാരാണ് പിന്നെ ഇത്രയും വലിയ പാകിസ്ഥാനി ഫോഴ്സിൻ്റെ മുന്നിൽ പിടിച്ചു നിന്നത്. അവർക്ക് പിറ്റേ ദിവസം നമ്മളുടെ ഇന്ത്യൻ എയർഫോഴ്സ് വന്നിട്ടാണ് ഈ ബാറ്റിൽ നമുക്ക് വിൻ ചെയ്യാൻ സാധിച്ചത്. അതേപോലെ തന്നെ പാകിസ്ഥാനി ഫോഴ്സസ് അവരുടെ പല ടാങ്ക്സ് പോലെ അതല്ലെങ്കിൽ അവരുടെ വാഹനങ്ങളൊക്കെ നമ്മളുടെ ഈ സാൻഡ് ഡ്യൂൺസിൽ പെട്ട് പിന്നെ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റാതെ അവർ അത് ഇട്ടെറിഞ്ഞ് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ലോങ്കേവാലയിൽ ഇപ്പം BSFൻ്റെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഒരു വാർ മെമ്മോറിയലും കൂടെ പണിതിട്ടുണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്ത അന്നത്തെ പല വിധ വാർ എക്വിപ്മെൻറ്റും ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പാകിസ്ഥാൻ സൈഡിൽ നിന്ന് അവർ ഇട്ടെറിഞ്ഞു പോയ ആയുധങ്ങളും അവരുടെ വാഹനങ്ങളൊക്കെ നമുക്കിപ്പോഴും കാണാം. പാകിസ്ഥാൻ ആർമി തോൽക്കുമെന്ന് ഉറപ്പായപ്പം വില്ലേജേഴ്സ് യൂസ് ചെയ്തിരുന്ന ഈ ലോങ്കേവാലയിലെ കിണർ പോയ്സൺ ചെയ്ത് അവർ പോയി എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു മെമ്മോറിയലായിട്ട് ഇവിടെ വാർ മെമ്മോറിയലിൽ വെച്ചിരിക്കുകയാണ്. ഇത് പുതുതായി പണിത ഒരു വാർ മെമ്മോറിയലാണ് ഈ സൈഡിൽ. മുൻപ് വേറെ ഭാഗത്തായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത്. 1997 ഇറങ്ങിയൊരു ഹിന്ദി ഫിലിമുണ്ട്, ബോർഡർ എന്നാണ് പേര്. ഇതിൽ സണ്ണി ഡിയോൾ അതേപോലെ തന്നെ സുനിൽ ഷെട്ടി, ജാക്കി ഷ്രോഫ്, ടാബു, പൂജ ഭട്ടൊക്കെ അഭിനയിച്ചതാണ്. ഈ സിനിമ ആക്ച്വലി ബാറ്റിൽ ഓഫ് ലോങ്കേവാല ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. BSF നടത്തുന്ന ഒരു ചെറിയ ക്യാൻറ്റീനും അതേപോലെ തന്നെ ഗിഫ്റ്റ് ഷോപ്പും ഇപ്പോൾ ഇവിടെയുണ്ട്. BSF ക്യാൻറ്റീനിൽ നിന്ന് ചോള ചാവലൊക്കെ കഴിച്ച് നല്ല പൊരി വെയിലത്ത് ഞങ്ങൾ ഇനി പോകുന്നത് സാം സാൻഡ് ഡ്യൂൺസിലേക്കാണ്. ഇതാണ് ഒരു ടിപ്പിക്കൽ ഈ ഭാഗത്ത് കാണുന്ന ഒരു രാജസ്ഥാനി വില്ലേജ്. ഇത് ഈ കാണുന്നത് ഇവരുടെ ആട്ടിൻകൂട്ടങ്ങൾ ഇടാനുള്ള കൂടാണ്. അത് പല ഭാഗത്തായിട്ട് കാണാൻ പറ്റും. പുതിയ വീടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വെള്ളം കുറവായതുകൊണ്ട് ട്രാക്ടറിലെ ട്രെയിലറിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത് കാണാം. പശുക്കളെയും ആട്ടിൻകൂട്ടങ്ങളെയൊക്കെ നമുക്ക് കാണാം.
രാവിലെ രാംഗഡിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ലോക്കൽസുമായിട്ട് സംസാരിച്ചു. അവരുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഇവിടെ വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമായിരുന്നു. 1958 കൺസ്ട്രക്ട് ചെയ്ത ഇന്ദിരാഗാന്ധി കനാലായിരുന്നു അവരുടെ ഏക ആശ്രയം. ഈ കനാൽ ആക്ച്വലി പഞ്ചാബിൽ നിന്ന് ഉത്ഭവിച്ച് ഹരിയാനയിലൂടെ രാജസ്ഥാനിലേക്ക് എത്തിക്കുന്ന ഹിമാലയത്തിൽ നിന്നുള്ള വെള്ളമാണ് ഇവർക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ പുതിയ പൈപ്പ് ലൈനൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ പണ്ടുകാലത്തെ ആ കനാലിൻ്റെ അവശിഷ്ടങ്ങളാണ്. അധികം റിസ്ക് എടുക്കാതെ ചെറിയ ഓഫ് റോഡിംഗ് ഒക്കെ ഇതിനിടയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പം നമ്മൾ വളരെ ഹാർഡായിട്ടുള്ള സാൻഡാണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അധികം റിസ്ക് എടുക്കാൻ ഞങ്ങൾ നിൽക്കുന്നില്ല. ഈ കാണുന്ന ഗ്രാമത്തിലെ വീടുകളുടെ റൂഫിന് ഒരു പിരമിഡ് ഷേപ്പാണ്. മഴ ഇടയ്ക്കൊക്കെ തകർത്താണ് പെയ്യുന്നത്, പെട്ടെന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സാൻഡ് ഡ്യൂൺസിലെത്തി. അവിടെ ഫുള്ള് എന്താ പറയുക, ഓഫ് റോഡ് ജീപ്പിൻ്റെയും ഏജൻസീസും ഇതൊക്കെയാണ്. അതാണ് അവരുടെ മെയിൻ ബിസിനസ്. ഞങ്ങളങ്ങനെ ഒരു ജീപ്പൊക്കെ ഏർപ്പാടാക്കി ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഈ പുതിയ ജീപ്പിൽ ഞങ്ങൾ ഈ താർ മരുഭൂമിയിലേക്ക് ഡ്യൂൺ ബാഷിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ജീപ്പ് സഫാരിയുടെ ഇടയിൽ നമുക്ക് ക്യാമൽ സഫാരിയും പോകാട്ടോ. ഞങ്ങളെ കയറ്റിക്കൊണ്ടുപോകുന്ന ഈ ക്യാമലിൻ്റെ പേര് ലക്കി എന്നാണ്. ഇവിടെ ക്യാമലുകൾക്കൊക്കെ വളരെ വിചിത്രമായ പേരുകളാണ് ഇവരിടുന്നത്. മൈക്കൽ ജാക്സൺ, പിന്നെ ഹൃത്തിക് റോഷൻ എന്നൊക്കെയാണ്. ജീപ്പ് സഫാരിയും ഈ ഡ്യൂൺ ബാഷിങ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഈ ഭാഗങ്ങളിലായിരുന്നു ബജ്രംഗി ഭായ്ജാനിലെ ഇന്ത്യ പാക് ബോർഡർ സീൻസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. കാറ്റുകൊണ്ട് ഈ ജീപ്പിൻ്റെ മേലെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തിരിച്ച് കാറ് പാർക്ക് ചെയ്തെടുത്തേക്ക് എത്തി. ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇനി അടുത്ത ലക്ഷ്യം കുൽദാര വില്ലേജിലേക്കാണ്. ഞങ്ങൾ അവിടെ കണ്ട ഒരു ചെറിയൊരു എന്താ പറയുക വില്ലേജ് വഴിയിലൂടെ ഞങ്ങളങ്ങനെ കയറി പിന്നെ ആ കുൽദാരയിലേക്ക് നീങ്ങി. അധികം വാഹനങ്ങളൊന്നും പോവാതെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന ഒരു വഴിയാണ്. പക്ഷേ നല്ല ഭംഗിയാണ്. കാക്ടസും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക രസമായിരുന്നു അതിൽ കൂടെ പോകാൻ വേണ്ടി. കുൽദാര ആക്ച്വലി 13ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു ബ്രാഹ്മണ വില്ലേജാണ്. ഇത് ജയ്സൽമീർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പാലിയിൽ നിന്നുള്ള ബ്രാഹ്മണരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഈ ഗ്രാമം 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇവിടുത്തെ ഗ്രാമീണരൊക്കെ ഒരു രാത്രി കൊണ്ട് ഇവിടുന്ന് പോയി എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ വളരെ ക്ലിയർ ഒന്നുമല്ല. ചില തിയറീസ് ഇത് എർത്ത് ക്വേക്ക് കൊണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് കൊണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ വേറൊരു തിയറി പറയുന്നത് ജയ്സൽമീരിലെ അന്നത്തെ ഒരു മന്ത്രിയായിരുന്ന സലീം സിംഗിൻ്റെ എന്തൊക്കെയോ മോശം ആക്ടിവിറ്റീസ് കാരണം കൊണ്ടാണ് ആൾക്കാർ ഒഴിഞ്ഞു പോയതെന്ന് കരുതപ്പെടുന്നു. അതിനുശേഷം ഈ വില്ലേജിൽ ആരും താമസിച്ചിട്ടില്ല. വിശ്വസിക്കപ്പെടുന്നത് അന്നത്തെ ഒഴിഞ്ഞുപോയ പാലി ബ്രാഹ്മണർ അവരുടെ ശാപം കൊണ്ടാണ് പിന്നെ ആർക്കും ഇവിടെ താമസിക്കാൻ പറ്റാഞ്ഞതെന്നാണ്. ഇപ്പോൾ ഇത് ഗവൺമെൻറ് ഓഫ് രാജസ്ഥാൻ ടൂറിസത്തിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. 4 മെയിൻ ഗേറ്റ്സ് ആണ് ജയ്സൽമീർ ഫോർട്ടിന്. ഞങ്ങൾ അക്കേഗ് പോലിൽ കൂടിയാണ് കയറിയത്. പോൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് എന്നാണ്. ഭട്ടി രാജ്പുട്ട് വംശത്തിലുള്ള റവൽ ജയ്സൽ ആണ് ഈ ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്തത്. ഇത് 1156 സിൽക്ക് റൂട്ടിൻ്റെ ഒരു ഭാഗമായിരുന്നു ജയ്സൽമീർ ഒരു കാലത്ത്. ഇതൊരു ലിവിങ് ഫോർട്ടായിട്ട് ആണ് അറിയപ്പെടുന്നത്. അതായത് രാജകുടുംബം അല്ലാതെ അവരുടെ പ്രജകളും ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് എത്രയോ വർഷങ്ങളായിട്ട്. ഇപ്പോഴും അതിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ലോകത്തിൽ തന്നെ വളരെ ചുരുക്കം ഫോർട്ടുകളേ ഉള്ളൂ ഇങ്ങനെ പബ്ലിക് താമസിക്കാൻ സമ്മതിക്കുന്നത്. അതിൽ പെട്ട ഒന്നാണ് ഇതും. ഈ ഫോർട്ടിൻ്റെ വാളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് യെല്ലോ സാൻഡ് സ്റ്റോൺസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് അതിനൊരു
ഒരു മഞ്ഞ മുതൽ ഒരു ഗോൾഡൻ കളറ് വരെ എത്തുന്നത് കൊണ്ടാണ് ഇതിനെ ഗോൾഡൻ ഫോർട്ട് എന്ന് പറയപ്പെടുന്നത്. മുമ്പേ കണ്ട പാലസ് കൂടാതെ ഇതിനകത്ത് ഏകദേശം 7 ജെയിൻ ടെമ്പിൾസ് ഉണ്ട്. അതേപോലെ തന്നെ ലക്ഷ്മീനാഥ ടെമ്പിൾ ഉണ്ട്. പിന്നെ ഒരുപാട് ഹവേലീസ് ഉണ്ട്. അതായത് പണ്ട് മന്ത്രിമാരും താമസിച്ചിരുന്നു ഹവേലിയിൽ. അതുപോലെ തന്നെ നല്ല പണക്കാരായ കച്ചവടക്കാരും താമസിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഒരുപാട് ഹവേലീസും ഇതിൽ ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇതിലിപ്പോൾ ആൾക്കാർ താമസിക്കുന്നത് കൂടാതെ അതിനകത്ത് ഒരുപാട് കച്ചവടങ്ങളും അതേപോലെ തന്നെ ഹോട്ടൽസും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും മുകളിലത്തെ ഒരു ഭാഗത്താണ് ഇവിടുത്തെ കാനൺ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ജയ്സൽമീർ സിറ്റി മുഴുവൻ കാണാം. ഈ ഫോർട്ടിൻ്റെ പുറത്തേക്ക് താമസം ആൾക്കാർ തുടങ്ങിയത് ഏകദേശം 17-ാം നൂറ്റാണ്ടിലാണ്. ഇവിടെ താമസത്തിന് സ്ഥലം കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ ഈ മതിലിന് പുറത്തേക്ക് പോയത്. ഇപ്പോഴത്തെ രാജകുടുംബം താമസിക്കുന്നത് നമ്മളെ ഇന്ത്യൻ ഫ്ലാഗ് കാണുന്ന ആ ഭാഗത്താണ്. അവരുടെ ക്രിമേഷൻ ഗ്രൗണ്ട്സാണ് അങ്ങ് ദൂരെ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പട്ട്വോങ്കി ഹവേലി, വേറെയും ഹവേലീസ് ആ ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ അങ്ങ് ദൂരെയാണ് നമ്മുടെ ജയ്സൽമീർ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്നത് കഫേ ദ കാക്കു എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇത് ജയ്സൽമീരിലൊരു ചെറിയ കുന്നിൻ്റെ മേലെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കുന്നിൻ്റെ മേലെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് ജയ്സൽമീർ ഫോർട്ട് കാണാനും പറ്റും. അതേപോലെ തന്നെ ഇവിടെ കഴിക്കാൻ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയായ ലാൽ മാസാണ്. ഇതൊരു മട്ടൺ ഡിഷാണ്. ഇവിടെ ലൈവ് മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽസ് തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. അവരുടെ ഒരു ശൈലിയിൽ തന്നെയാണ് ആ പാട്ടുകളൊക്കെ പാടുന്നത്. നല്ല ഭംഗിയുണ്ട് കേൾക്കാനും. അങ്ങനെ ലാൽമാസൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങളതൊക്കെ ആസ്വദിച്ച് രാത്രി കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനിയും ജയ്സൽമീരിൽ ഒത്തിരി കാണാനുണ്ട്. ഒരുപാട് ഹവേലീസും അല്ലാതെയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇന്നത്തെ ഞങ്ങൾക്ക് ഉള്ള സമയത്തിന് ഇത്രയേ ചെയ്ത് തീർക്കാൻ സാധിക്കുള്ളൂ. നമ്മളെപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സാധനങ്ങളും കണ്ടു തീർക്കാൻ ഇന്ത്യയിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കുമ്പോഴാണല്ലോ നമ്മൾക്ക് വീണ്ടും ആ സ്ഥലം കാണാനൊരു പ്രചോദനം ഉണ്ടാവുക. അങ്ങനെയാണ് ഞങ്ങളെപ്പോഴും സമാധാനിക്കാറ്. ഞങ്ങൾ മെല്ലനെ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. നല്ല ടയേർഡാണ്. ഇന്നത്തെ ഒരു ദിവസം ഏകദേശം 400 കിലോമീറ്ററാണ് നമ്മൾ സൈറ്റ് സീയിങ്ങിൻ്റെ കൂടെ യാത്ര ചെയ്തത്. ഇനി നാളെ ഞങ്ങളുടെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യണം.